ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനങ്ങൾ 3:4 ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. കഷ്ടതയിൽ ഒരു ദൈവവേദൽ ദൈവത്തോട് നിലവിളിക്കേണ്ടതുണ്ടോ എന്ന വിഷയം നാം ഇവിടെ ചിന്തിക്കുന്നു. തീർച്ചയായും നിലവിളിക്കണം. കാരണം അത് ആ വ്യക്തിയുടെ ദൈവാശ്രയത്തെയും വിശ്വാസത്തെയും പ്രകടമാക്കുന്നതാണ്. പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നു എന്നും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സ്വന്തമായി പരിഹരിക്കുവാൻ കഴിയുകയില്ല എന്നും സമ്മതിക്കലാണ് ദൈവത്തോടുള്ള നിലവിളി. ഇവിടെ 3-ാം സങ്കീർത്തനത്തിൽ ശത്രുക്കളാൽ ദാവീദ് ചുറ്റപ്പെടുകയും രക്ഷപ്പെടൽ അസാധ്യമെന്ന് പലരും പറയുകയും ചെയ്തു. എന്നാൽ ദാവീദ് ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കുകയും അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആവശ്യങ്ങളിൽ ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് കരയുന്നത് പോലെ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് കരച്ചിലൂടെ നാം പ്രകടിപ്പിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അവനെ അറിയിക്കുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം ഹിസ്കിയാവിന്റെ ആയുസ്സോട് 15 സംവത്സരം കൂടി ലഭിക്കുവാനിടയായി. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവന്റെ കരച്ചിൽ കേട്ട് യേശു നിന്നു, അവനെ വിളിച്ച് സൗഖ്യമാക്കി. പ്രിയ ദൈവവേദലേ, ദൈവത്തോട് നാം കരയുന്നത് നമ്മുടെ ബലഹീനതയല്ല, അത് ദൈവം തന്നെ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുക. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന് ഫിലിപ്പിയ ലേഖനത്തിലും നാം വായിക്കുന്നു. ആകയാൽ വിശ്വാസത്തോടെ മടുത്തുപോകാതെ സമർപ്പണ മനോഭാവത്തോടെ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കുക. ഓർക്കുക, ദൈവത്തോട് നാം കരയാതെ സ്വയമായി പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് നിഗളഭാവമാണ്. കാരണം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ദൈവം അരുളി ചെയ്യുന്ന വഴിയാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്സസ് ഓൾ.